Food spoilage and preservation techniques part 2. അപ്പം ഫുഡ് സ്പോയിലേജ് ആൻഡ് പ്രിസർവേഷൻ ടെക്നിക്കിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇതുവരെ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡായിട്ടുള്ള പിക്ലിംഗ്, സോൾട്ടിങ്, സ്മോക്കിംഗ്, അസെപ്റ്റിക് പ്രോസസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി ഫിഫ്ത്ത് വൺ, canning. Canning is the preservation of food by putting it in a metal container and sealing it airtightly and sterilizing the container by heating for long storage. അപ്പം വായു കിടക്കാത്ത പാത്രത്തിൽ സീല് ചെയ്ത് ഭക്ഷണം പ്രിസർവ് ചെയ്യുന്ന രീതിയാണ് കാനിങ് എന്ന് പറയുന്നത്. ഇനി ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണെങ്കിൽ കണ്ടെയ്നർ ചൂടാക്കി അണുവിമുക്തമൊക്കെ ആക്കും. നിക്കോളാസ് അപ്പർട്ട് വാസ് എ ഫാദർ ഓഫ് കാനിങ്. ഫാദർ ഓഫ് കാനിങ് എന്ന് പറയുന്നത് നിക്കോളാസ് അപ്പർട്ട് ആണ്. The food products such as meat, fish, poultry products, pumpkin, spinach, tomato, berries, fruits, vegetables, etc. are preserved through canning. High temperature is applied for canning. The objective of canning is to kill the living organisms in the food stored in a can or a jar. ഇറച്ചി, മീൻ, പിന്നെ പച്ചക്കറികളായിട്ടുള്ള ചീര, തക്കാളി, മത്തങ്ങ അതൊക്കെ കാനിങ് വഴി നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. കാനിങ്ങിന് ഹൈ ടെമ്പറേച്ചർ ആണ് ഉപയോഗിക്കുന്നത്. കാനിങ്ങിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാനിനകത്ത് ഏതെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൊല്ലുക എന്നുള്ളതാണ്. Canning involves 6 steps. They are: first one cleaning, second blanching, third one exhausting, fourth one sealing, fifth one autoclaving, and sixth one cooling. ഓരോ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. For canning, the food materials are first of all cleaned to remove the dirt and microbes. Then the food materials are immersed in hot water. This is called blanching. This removes some microbes. ആദ്യം തന്നെ ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ അഴുക്കോ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളോ ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യും. പിന്നീട് ഇത് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കും. സൂക്ഷ്മാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയാണിത്. ഇതിനെ ബ്ലാഞ്ചിങ് എന്ന് പറയും. Then the hot food is filled in the jars or cans. The filled cans are pressed through an exhaust box in which the hot water or steam is used. This is called exhausting. എന്നിട്ട് ഈ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ജാറിലോ ക്യാനിലോ ഫില്ല് ചെയ്യും. ഈ ഫില്ല് ചെയ്ത ക്യാൻ എക്സോസ്റ്റ് ബോക്സിലൂടെ കടത്തിവിടും. ഈ എക്സോസ്റ്റ് ബോക്സിൽ ചൂടുവെള്ളമോ അല്ലെങ്കിൽ സ്റ്റീമോ ആണ് ഉപയോഗിക്കുന്നത്. Exhausting expands food, drives out air and provides an atmosphere of steam at the top of the can. എക്സോസ്റ്റിംഗ് നടക്കുമ്പോൾ ഫുഡ് ഐറ്റംസ് വികസിക്കും. അങ്ങനെ വരുമ്പോൾ കണ്ടെയ്നറിലുള്ള വായു പുറന്തള്ളും, ക്യാനിന് മുകളിൽ നീരാവി തങ്ങിയിരിക്കുകയും ചെയ്യും. Immediately after exhausting, the cans are sealed. This prevents recontamination of canned food. Exhausting കഴിഞ്ഞ ഉടനെ ക്യാൻ ഒക്കെ പെട്ടെന്ന് തന്നെ സീൽ ചെയ്യും. After sealing, the cans are autoclaved by keeping them in an autoclave for 1 hour. The autoclaved cans are cooled immediately, either in air or in cold water. Exhausting കഴിഞ്ഞ ഉടനെ ഈ പറഞ്ഞ ക്യാൻസ് ഒക്കെ സീൽ ചെയ്യുക. അതിനുശേഷം ഈ സീൽ ചെയ്ത ക്യാൻസ് 1 മണിക്കൂർ ഓട്ടോക്ലേവ് ചെയ്യും. ഈ ടെമ്പറേച്ചർ പ്രഷറൊക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യാന്ന് പറയുന്നത്. ഓട്ടോക്ലേവിങ് കഴിഞ്ഞ് അപ്പം തന്നെ എയറിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ വെച്ചിട്ട് ഇത് കൂൾ ചെയ്യും. Sometimes the canned food may undergo spoilage. The spoilage of canned food may be due to chemical or biological reasons. The most important chemical spoilage is the hydrogen swell caused by the action of food acid or the metal of can. This leads to swelled cans with bulging ends. ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ക്യാൻ ചെയ്ത ഫുഡിലും കേട് വരാറുണ്ട്. 2 തരത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഒന്ന് കെമിക്കൽ റീസൺ വഴി അല്ലെങ്കിൽ ബയോളജിക്കൽ റീസൺ വഴി. കെമിക്കൽ സ്പോയിലേജ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിലുള്ള ആസിഡ്
ക്യാനിൻ്റെ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. ഇത് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. ഇങ്ങനെയുള്ള ക്യാൻസ് ഒക്കെ വീർത്തിരിക്കും. Biological spoilage of canned food may be due to the surviving microbes in the process of food or due to leakage of the cans. ബയോളജിക്കൽ സ്പോയിലേജ് ഉണ്ടാകുന്നത് ഫുഡിൽ മൈക്രോബ്സ് എന്തെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാനിന് ലീക്കേജ് വരുമ്പോഴൊക്കെയാണ്. The canned food is spoiled by putrefaction, acid production, gas formation or blackening. ക്യാൻ ഫുഡിന് സ്പോയിലേജ് വരുന്നത് പുട്രിഫാക്ഷൻ, അതായത് ഡീക്കേ ആണ്, അല്ലെങ്കിൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്തിട്ടോ ബ്ലാക്കനിങ് ഒക്കെ വഴിയാണ്. നമുക്ക് ക്യാൻഡ് ഫുഡിൽ സ്പോയിലേജ് ഉണ്ടാക്കുന്ന കുറച്ച് ബാക്ടീരിയാസിന് നോക്കാം. The bacteria Bacillus coagulans and Bacillus stereothermophilus produce acid with flat sour. In flat sour, the organisms produce acid without gas. Hence, the ends of the can remain flat and spoilage cannot be detected unless the can is opened. The Bacillus coagulans ഉം Bacillus stereothermophilus ഒക്കെ ഇവര് ഫുഡ് ഡീകമ്പോസ് ചെയ്ത് ആസിഡ് ഫോം ചെയ്യും. ഇവിടെ ക്യാൻ സ്വെല്ല് ചെയ്തിരിക്കില്ല. തുറന്നു നോക്കിയാൽ മാത്രമേ കേട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയത്തുള്ളൂ. The bacterium Clostridium thermosaccharolyticum produce thermophilic acid spoilage. In this spoilage, the can swells due to the production of carbon dioxide and H2. Clostridium thermosaccharolyticum. ഇവിടെ ആസിഡ് സ്പോയിലേജ് ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡും H2 ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ക്യാന് സ്വെല്ല് ചെയ്തിട്ടിരിക്കും. Clostridium nigrifacans produces sulfide spoilage. Spoilage is indicated by the presence of H2S and blackening. Clostridium nigrifacans H2S ഗ്യാസ്, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. കൂടാതെ ബ്ലാക്കനിങ്ങും ഉണ്ടാവും. Then next method bottling ആണ്. In bottling, the food products are preserved in bottles. It involves high temperature treatment as in canning. Liquid foods such as milk, wine, ghee, etc. can be preserved in bottles. ഇത് പാല്, വൈൻ, നെയ്യ് ഒക്കെ ബോട്ടിലാക്കി പ്രിസർവ് ചെയ്യുന്ന രീതിയാണ്. ഇവിടെ ക്യാനിങ്ങിലുള്ളത് പോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. Seventh one, pasteurization ആണ്. Pasteurization is the process of heating milk below the boiling point. Below the boiling point to kill all the non-sporing pathogenic bacteria, but not to cause change in the composition, flavor, and nutritive value of milk. This process was originally introduced by Pasteur and hence the name. Pasteur introduce ചെയ്ത മെത്തേഡാണ് pasteurization. ഇവിടെ പാല് അതിന്റെ ബോയിലിംഗ് പോയിന്റിന് തൊട്ട് താഴെ ടെമ്പറേച്ചറിൽ ചൂടാക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ പാലിന്റെ കമ്പോസിഷനിലോ ഫ്ലേവറിലോ ന്യൂട്രിറ്റീവ് വാല്യൂലോ ഒന്നും ചേഞ്ച് വരാതെ ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കില്ലാവും. There are two methods of pasteurization. They are holding method and flash method. ഇതിന് രണ്ട് മെത്തേഡ് ഉണ്ട് പാസ്ചറൈസേഷൻ, ഹോൾഡിംഗ് മെത്തേഡും ഫ്ലാഷ് മെത്തേഡും. Holding method. In this method, the milk is held in tanks for a long time at a low temperature. This method is also called low temperature holding method. Holding method low temperature അതായത് 62.8 degree സെൽഷ്യസിലൊക്കെ അധികം സമയം ഏകദേശം 30 മിനിറ്റ് ട്രീറ്റ് ചെയ്യും. ഇങ്ങനെ ലോ ടെമ്പറേച്ചറിൽ ഹോൾഡിംഗ് മെത്തേഡ് എന്നും പറയും ഇതിന്. Low temperature holding method LTH. അടുത്താണ് flash method. In flash method, the milk is subjected to high temperature for a short time. This method is also called high temperature short time method, HTST. Flash method ഇതിൽ ഹൈ ടെമ്പറേച്ചർ 71.7 ഡിഗ്രി സെൽഷ്യസിൽ കുറച്ച് സമയം മാത്രം ഏകദേശം 15 സെക്കൻഡ്സിൽ ട്രീറ്റ് ചെയ്യാം. ഇതിന് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ് എന്നും പറയും.
Pasteurization stops fermentation. Pasteurized milk rarely sour. Liquid egg can also pasteurized. Pasteurization fermentation സ്റ്റോപ്പ് ചെയ്യും. റയർ ആയിട്ട് മാത്രമേ ഇത് തൈരായിട്ട് മാറത്തുള്ളൂ. നെക്സ്റ്റ് refrigeration. Refrigeration is keeping food in good condition by keeping and making it cold. Here, low temperature plays the main role. Food remain unspoiled in refrigerator at 5 degrees Celsius. In freezers at -5 degrees Celsius, microbes are killed. Deep freezers at -60 degrees Celsius reduce biochemical activities of microbes. Deep freezers are useful for storing meat and fish. Refrigeration എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ, അതായത് 5 ഡിഗ്രി സെൽഷ്യസിൽ റെഫ്രിജറേറ്ററിലും, ഫ്രീസർ ആണെങ്കിൽ -5 ഡിഗ്രി സെൽഷ്യസിൽ ഫുഡ് സ്പോയിൽ ചെയ്യാതെ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഡീപ്പ് ഫ്രീസേഴ്സ്, അതായത് -60 ഡിഗ്രി സെൽഷ്യസിൽ മൈക്രോബ്സിന്റെ ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും നടക്കാതെ അതിന്റെ ഗ്രോത്ത് തടയാൻ കഴിയും. നെക്സ്റ്റ് മെത്തേഡ് സ്റ്റെറിലൈസേഷൻ. Sterilization is the removal of microbes from food. Milk is sterilized by boiling at 100 degrees Celsius. The sterilized milk can be stored in refrigerator indefinitely. ഇത് മൈക്രോബ്സിനെ ഒഴിവാക്കുന്ന രീതിയാണ് സ്റ്റെറിലൈസേഷൻ. ഈ പാലൊക്കെ 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാൽ സ്റ്റെറിലൈസ്ഡ് ആവും. ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത പാല് ഒരുപാട് നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയും. Then dehydration. Dehydration is the removal of water from the food. It is the simplest and cheapest method. Drying in the sun is a simple method of dehydration. Fish is dried in the sun and can be stored. A variety of fruits, apricot, chilies, spices, etc. are stored by dehydration. Dehydration എന്ന് പറഞ്ഞാൽ ചിലവ് പറഞ്ഞൊരു മെത്തേഡാണ്. മീനും മുളകും സ്പൈസസും ഒക്കെ വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കാൻ കഴിയും. അതാണ് ഡീഹൈഡ്രേഷൻ. അതായത് വാട്ടറിന്റെ അംശം അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. Then lyophilization. Lyophilization is a method of freeze drying. The food is preserved by rapid freezing and dehydration of frozen product under high vacuum. The dry product is then sealed in foil and is reconstituted with water. This method is very useful for storing, transporting and preserving bacterial culture. Freeze drying method ആണ് lyophilization എന്ന് പറയുന്നത്. ഫുഡ് റാപ്പിഡ് ആയിട്ട് ഫ്രീസ് ചെയ്ത് വാക്യൂം ഉപയോഗിച്ച് അതിലുള്ള ജലാംശം ഒഴിവാക്കും. എന്നിട്ട് അത് സീൽ ചെയ്ത് സൂക്ഷിക്കും. ഇതാണ് lyophilization. Then high osmotic pressure. Here, water is withdrawn from microbial cells by placing them in solution containing large amount of dissolved substances such as sugar or salt. As a result of this, water loss, microbial metabolism is halted. It also prevents microbial growth. വീട്ടിൽ മാങ്ങയും നെല്ലിക്കയൊക്കെ ഉപ്പിലിടാറുണ്ട് അല്ലേ? പഞ്ചസാരയിലോ ഉപ്പിലോ ഒക്കെ ഇട്ട് ഭക്ഷണം പ്രിസർവ് ചെയ്യുന്ന രീതിയാണ്. ഇങ്ങനെ ചെയ്യുമ്പം ഫുഡിൽ എന്തെങ്കിലും മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സെല്ലിൽ നിന്ന് വെള്ളം പുറത്തു വന്ന് അതിന്റെ മെറ്റാബോളിസം ഒന്നും നടക്കാതെ വരും. അങ്ങനെ മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. Then chemical additives. Organic acids such as benzoic acid, sorbic acid, acetic acid, lactic acid and propionic acids are used legally to preserve food. They inhibit microbial growth. Sorbic and propionic acids are used to inhibit mold growth in foods. Nitrates and nitrites are used to preserve meat color. They are also inhibitory to some anaerobic bacteria. Organic acid ആയിട്ടുള്ള ബെൻസോയിക് ആസിഡ്, സോർബിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, പ്രൊപ്പിയോണിക് ആസിഡ് ഒക്കെ ഉപയോഗിച്ച് ഫുഡ് കേടുകൂടാതെ വയ്ക്കാനാവും. ഈ കെമിക്കൽസ് വഴി സൂക്ഷ്മാണുക്കൾ വളരുന്നത് തടയാനാവും. Then radiation. This is also recent development in food preservation. Non-ionizing
and ionizing radiations are used to control microorganisms in food. Ultraviolet rays, non-ionizing of sufficient intensity and time of exposure is microbicidal. Ionizing radiations such as beta rays, cathode rays, and gamma rays are used extensively in food preservation. This method is also called cold sterilization. പലതരത്തിലുള്ള റേഡിയേഷൻസ് ഉപയോഗിച്ച് ഫുഡ് പ്രിസർവ് ചെയ്യാം. അൾട്രാവയലറ്റ് റേസ്, ബീറ്റ റേസ്, കാഥോഡ് റേസ്, ഗാമ റേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫുഡ് പ്രിസർവ് ചെയ്യാൻ കഴിയും. ഇത്രയാണ് പ്രിസർവേഷൻ മെത്തേഡ്സ്. താങ്ക് യു.